നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡയബറ്റിസ് പെർ ചർച്ച എന്ന കോൺഫറൻസിലാണ്. നമ്മളിപ്പോൾ യശഭൂമി ഡൽഹിയിലുണ്ട്. നമ്മുടെ ഒപ്പം ഇരിക്കുന്നത് ഡോക്ടർ മോഹൻ ഷെനോയ് ഫ്രം ട്രിവാൻഡ്രം. വണക്കം സർ. സർ, നമ്മൾ ക്വസ്റ്റ്യൻസിന് മുമ്പ് പോകുന്നതിനുള്ളിൽ നിങ്ങളെ പറ്റി ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് കൊടുക്കാൻ പറ്റുമോ നമ്മുടെ വ്യൂവേഴ്സിന്? എന്റെ പേര് ഡോക്ടർ മോഹൻ. ഞാൻ ട്രിവാൻഡ്രം ഗോകുലം മെഡിക്കൽ കോളേജിലും ജി ഹോസ്പിറ്റലും SK ഹോസ്പിറ്റലും വർക്ക് ചെയ്യുന്ന ഒരു എൻഡോക്രിനോളജിസ്റ്റ് ആണ്. എൻഡോക്രിനോളജിസ്റ്റ് ഡയബറ്റീസ്, തൈറോയിഡ്, ഹോർമോൺ ഡിസോർഡേഴ്സ് മാനേജ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡയബറ്റീസിനെ കുറിച്ചുള്ള പ്രത്യേക സാഹചര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ശ്രേയയുടെ അടുത്ത ചോദ്യം ചോദിക്കും. ഷുവർ ഡോക്ടർ. ഇങ്ങനെ ഫാസ്റ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് എങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ട് അത് അവരുടെ ലൈഫിൽ? അപ്പോൾ നമുക്കറിയാം, ആൾക്കാർ കഴിക്കാതിരിക്കുമ്പോൾ ആക്ച്വലി ആരോഗ്യം കൂടുമെന്നൊരു തോന്നലുണ്ട്. അത് മിതമായ ആഹാരം കഴിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ നമുക്കറിയാം, ഡയബറ്റിക് ആയിട്ടുള്ള ഒരു രോഗി ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് അത് വീട്ടിൽ കഴിക്കുന്നതാവാം, പുറത്തുനിന്ന് കഴിക്കുന്നതാവാം, അതിനുള്ള അളവ് നമുക്ക് നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈയിടെ കണ്ടുവരുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് കുറച്ച് കഴിക്കുന്നത് ആഴ്ചയിൽ 2 ദിവസം നമ്മൾ അധികം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു 16 മണിക്കൂർ കഴിക്കാതിരിക്കുക, 8 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല എഫക്ട് കിട്ടുമെന്ന് പഠനങ്ങൾ പറയുന്നു. പക്ഷെ അതുപോലെ തന്നെ ഡയബറ്റിക് കൂടുതലുള്ള ആൾക്കാർ, അതായത് HbA1c 9%, 10%, അപ്പോൾ ഡയബറ്റീസിന്റെ അളവ് കൂടുതലുള്ള ആൾക്കാർക്ക് കോംപ്ലിക്കേഷൻസ് കൂടി വരുന്നു. അപ്പോൾ അവരിലെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഫാസ്റ്റിംഗ് എന്ന ഒരു പ്രക്രിയയിലോട്ട് പോകാൻ പാടുള്ളൂ. എന്ത് പറഞ്ഞാലും നമ്മുടെ കേരളത്തിലായാലും പുറത്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയബറ്റിക് അല്ലാതെ എല്ലാവർക്കും ഫാസ്റ്റിംഗ് ഒരു നല്ലൊരു ശീലമാണ്. ശീലമുള്ള ആൾക്കാർ മാത്രമേ ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുമെങ്കിൽ മാത്രമേ ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടുള്ളൂ. വളരെ ശരിയാണ് ഡോക്ടർ. ഇത് വേൾഡ് ഡയബറ്റിസ് മന്ത് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ നമ്മുടെ വ്യൂവേഴ്സിന്? അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ മാസത്തെ മെസ്സേജ് എന്ന് വെച്ചാൽ ഡയബറ്റിസ് ആൻഡ് വെൽനെസ് എന്നാണ്. അതായത് നമ്മുടെ മാനസിക ആരോഗ്യം, ശാരീരിക ആരോഗ്യം, സാമൂഹിക ആരോഗ്യം, അപ്പൊ എല്ലാത്തിനും ഉത്തമമാണ് നമ്മുടെ മനസ്സ്. അപ്പൊ മനസ്സിന്റെ താളം കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് നമ്മൾ നടത്തണം. അതായത് തുടക്കത്തിൽ തന്നെ നല്ല 8 മണിക്കൂറുള്ള ഉറക്കം, പിന്നെ വ്യായാമം, പിന്നെ അതുകൂടാതെ നടക്കാൻ തുടങ്ങുമ്പോൾ ഫുഡ് നന്നായിട്ട് സമയത്ത് കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, പിന്നെ എവിടെ ജോലി ചെയ്യുന്നത് അനുസരിച്ചിട്ടുള്ള ആ രീതിയിലുള്ള നമ്മുടെ ജീവിതശൈലി ഉപയോഗിക്കുക, ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കുക, പിന്നെ അല്ലാതെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെയായിട്ട് സംവദിക്കുക. അപ്പോൾ ഇതുവഴി നമുക്കൊരു മാനസികാരോഗ്യവും വെൽനെസ് എന്നൊരു സംഗതിയും കൂടി നമുക്ക് നടക്കും. ഇതുകൂടാതെ ഡോക്ടർമാരെ സമീപിക്കാൻ നമുക്ക് സോഷ്യൽ വഴികളും സോഷ്യൽ മീഡിയ, ഇമെയിൽ വഴിയും നമുക്ക് സംഘടിപ്പിക്കാം. സോ ടെലിമെഡിസിൻ എന്നൊരു നൂതനമായ ചങ്ങാതി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡയബറ്റീസിനെ നന്നായി മാനേജ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു. താങ്ക് യു.